കളിയാട്ടം. അതെ, സഞ്ജുവിന് വീണ്ടും ഇന്ത്യൻ ടീമിൽ അവസരം കുറയുന്നു. ഇന്നലെ നടന്ന T20 മത്സരത്തിൽ നിന്നും സഞ്ജുവിനെ പുറത്താക്കിയിരിക്കുകയാണ്. സഞ്ജുവിനെ പുറത്താക്കി സൂര്യവംശിക്ക് T20 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ആദ്യ അരങ്ങേറ്റ മത്സരം ഇന്നലെ. സൂര്യവംശിക്ക് വേണ്ടി എന്തിന് സഞ്ജുവിനെ പുറത്താക്കി? നമുക്ക് അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാം. കഴിഞ്ഞ വേൾഡ് കപ്പ് T20യിൽ ഏകദേശം 3 കളിയിലാണ് സഞ്ജുവിൻ്റെ ഫോമിലാണ് ഇന്ത്യക്ക് വേൾഡ് കപ്പ് കിട്ടാൻ മെയിൻ റീസൺ. എന്നിട്ടും സഞ്ജുവിനെ ഈ 2 കളിയിൽ അയർലാൻഡിൽ 2 കളിയിൽ ഫോം ഔട്ടായതിൻ്റെ പേരിലാണ് പുറത്താക്കിയിരിക്കുന്നത്. ഇന്നലെ നടന്ന കളിക്ക് മുമ്പ് ഗംഭീറും സഞ്ജുവും തമ്മിൽ ചെറിയ സംഭാഷണം ഏർപ്പെട്ടിരുന്നു. ആ വീഡിയോയ്ക്ക് വൈറലായിരുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളടക്കമൊന്നും പുറത്തു വിട്ടിട്ടില്ല. ചില ഊഹോപോഹങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ ടീമിൻ്റെ ഭാവി പരിപാടിയും പുതിയ കോമ്പിനേഷനും അങ്ങനെയുള്ളൊരു സെറ്റപ്പ് എന്നാണ് പറയുന്നത്. അതായത് സൂര്യവംശിയെ സ്ഥിര ഓപ്പണറാക്കുക, അങ്ങനത്തെ ഒരു മൂവ്മെൻ്റ് എന്നാണ് കേൾക്കുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് വിശദമായി അറിഞ്ഞുകൂടാ. എങ്കിലും സഞ്ജുവിനെ പോലെ ഇത്ര ടാലൻ്റായിട്ടുള്ള ഒരു കലണ്ടറിൽ ഏകദേശം 3 സെഞ്ചുറി, ബംഗ്ലാദേശിനോട് 1, സൗത്ത് ആഫ്രിക്ക 2 സെഞ്ചുറി അടിച്ച വേറെ ഒരു താരവും T20 ഇല്ല. എന്നിട്ടും സഞ്ജുവിനെ ഒരു 3 കളിയിലെ ഫോം ഔട്ടിൻ്റെ പേരിലാണ് പുറത്താക്കിയിരിക്കുന്നത്. മുമ്പ് ഗൗതം ഗംഭീർ സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്ത് കുറേ കളികളിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ ഗൗതം ഗംഭീറാണ് ഇന്നലെ സഞ്ജുവായിട്ട് ചില സംഭാഷണത്തിൽ ഏർപ്പെട്ടു. അതിൻ്റെ പുറത്തു വന്നിട്ടില്ല എന്താണ് അതിൻ്റെ ഉള്ളടക്കമൊന്നും. എങ്കിലും ടീമിൻ്റെ ഭാവി കോമ്പിനേഷൻ പരിപാടി എന്നാണ് കേൾക്കുന്നത്. അതായത് സൂര്യവംശിയെ ഓപ്പണറാക്കി കുറച്ചുകൂടെ ടീം സെറ്റ് ചെയ്യുക, ആ ഒരു ഇതിലാണ്. എങ്കിലും ശിവൻ ദുബെയും ഈ പറയും പോലെ തിലക് വർമ്മയും ഇത്രയും ഫോം ഔട്ടായിട്ട് അവരെയൊന്നും പുറത്താക്കാതെ എന്തുകൊണ്ട് സഞ്ജുവിനെ മാത്രം പുറത്താക്കുന്നത്? ഇതൊക്കെ നോർത്ത് ഇന്ത്യൻ കളികളാണ്. നോർത്ത് ഇന്ത്യൻ ലോബി തന്നെ ഇത്രയും ടാലൻ്റുള്ളൊരു പ്ലെയറിനെ പുറത്താക്കുന്നത്. ഇതിനെ സഞ്ജുവിനെ അനുകൂലിച്ച് സഞ്ജയ് മഞ്ചേക്കർ, അമ്പാട്ട് റായുഡു, ചേതേശ്വർ പൂജാരയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയും കൂടുതൽ താരങ്ങൾ സഞ്ജുവിനെ അനുകൂലിച്ച് വരുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ സഞ്ജുവിനെ അടുത്ത മത്സരത്തിൽ കാണുമോ ഇല്ലേ നമുക്ക് കണ്ടറിയാം. ഓക്കെ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, കളിയാട്ടം.